ഇവിടെ വന്നപ്പോ ആക്സിഡന്റ് വണ്ടിയുണ്ട്. അപ്പൊ ഇതിന്റെ പെയറിങ്സിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒരു 7 ദിവസം നിങ്ങൾ രണ്ടുപേരോടാണ് ഇവിടുത്തെ ആദ്യം 250 ഇറങ്ങിയത്. അപ്പൊ ബ്രോയുടെ വണ്ടി അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വണ്ടി. ടയറിന്റെ സൈസ് ബാക്കിൽ കൂട്ടിയത് കൊണ്ടാണ് ഏറ്റവും നല്ല. ഹലോ മുസമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. ഇപ്പൊ നമ്മളുള്ളത് RJ സുസുക്കി കൊല്ലത്താണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് RJ സുസുക്കിയുടെ ആ ഒരു സർവീസ് സെക്ഷനിലാണ്. അപ്പൊ നിബിച്ചേട്ടാ, ഇന്ന് ഇവിടെ ജിക്സർ ക്ലബിന് ഒരു ഈവന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. അതെ, നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു ജിക്സർ ക്ലബ് ഉണ്ട്. ഒരു 40 വണ്ടിയോളം മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ജിക്സർ ക്ലബ് ആക്റ്റീവായിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇവന്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു അക്ഷയ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അതേപോലെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ജിക്സർ ക്ലബിലെ മെമ്പേഴ്സിന് അവരുടെ വണ്ടി, അതേപോലെ അവരുടെ കൊളൈഡ് എല്ലാം വന്ന് നമുക്കൊരു സപ്പോർട്ടും ഒരു ഇവന്റ് പോലെ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ഇന്ന് ആ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കല്ലുവാതിക്കൽ തുടങ്ങി കരുനാഗപ്പള്ളിയിൽ അവസാനിക്കുന്ന ഒരു റൈഡ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ഇതിപ്പോ എങ്ങനെയാണ് റൈഡേഴ്സിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളാണോ കൊടുക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന സപ്പോർട്ട്, അവരുടെ പെട്രോള്, അവരുടെ എക്സ്പെൻസ്, ഹോട്ടൽ, ഫുഡ് എല്ലാം നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. റൈഡിന് പോകുന്നതിന് മുമ്പായിട്ടുള്ള നമ്മളൊരു ചെക്കപ്പും അതുപോലെ ലൂബും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പൊ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ല, അതും നിങ്ങൾ ഈ ഒരു ഇതിൽ തന്നെ ഇവന്റിന്റെ ഇതിൽ തന്നെ. ഇപ്പം ഈ റൈഡേഴ്സിന്റെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള റൈഡേഴ്സിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. പ്രജിത് ബ്രോയെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പരിചയപ്പെട്ടതാണ്. നിങ്ങൾ തിരുവനന്തപുരത്തല്ലേ ബ്രോയുടെ സ്ഥലം? പിന്നെ ഈ RJ സുസുക്കി കൊല്ലത്തോട്ട് വരാനുള്ള ഒരു RJ സുസുക്കി കൊല്ലത്ത് അതൊരു വലിയ ചരിത്രമാണ്. ആ ടൈമിൽ വണ്ടി എടുത്ത ടൈമിൽ അവിടെ ഷോറൂം ഇല്ലായിരുന്നു. ദെൻ ആ ടൈമിൽ നോക്കിയപ്പോൾ ഇവിടെ മാത്രമേ 250 ഉള്ളൂ. പിന്നെ നമ്മളൊരു ഡീലിൽ നമ്മൾ ആ വണ്ടി ഇറങ്ങി, 2 വണ്ടി ഒരു ദിവസം ഇറക്കി, ഇവിടെ നിന്ന് തന്നെ ഇറക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഷോറൂം വന്നു. ആ ഷോറൂം വന്ന ടൈമിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് പറ്റി ഇങ്ങനെ ക്ലബും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു റെസ്പോൺസും ഇല്ല, മീൻസ് ഒന്നുമില്ല. വണ്ടി ഞാൻ അവിടെ ഷോറൂമിൽ ചെന്നിട്ട് തന്നെ അവർക്ക് വണ്ടി ഏത് എങ്ങനെയാന്ന് പോലും അറിയാം. 250 ഉണ്ടോ? ഉണ്ട്, വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ഒരു ഇതിലാണ് അല്ലേ. എത്ര നാള് കൂടുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു റൈഡ് കാര്യങ്ങളൊക്കെ? ആക്ച്വലി 1 മന്ത് കൂടെക്കൊണ്ടിരുന്നപ്പോ ചെയ്തോണ്ടിരുന്നതാ. ഓരോ മാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് വരുമ്പോ ചെയ്തോണ്ടിരുന്നതാ. ഇപ്പൊ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് ഡിലേ ആയി പോയി. അങ്ങനെ കുറെ റൈഡേഴ്സ് നമ്മളെ മിസ്സായി പോയി. എത്ര മെമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ? ഇപ്പം GRC ട്രിവാൻഡ്രത്തിൽ 70 സംതിങ്ങേ ഉള്ളൂ. കാരണം ആക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമാണ് ഇപ്പം നിർത്തിയിട്ടുള്ളൂ. ഇത് വരുന്ന റോഡാണോ വണ്ടി? ഇതല്ലേ. ഇത് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 54,000 കിലോമീറ്റർ. 250 എടുത്തിട്ട് ഏറ്റവും വലിയ ഒരു പണി കിട്ടിയെന്തോ? പണി ആയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എഞ്ചിൻ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റ്? ഇതുമില്ല. അതേപോലെ സ്പെയർസിന്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ട്? സ്പെയർസിന്റെ അവൈലബിലിറ്റി എനിക്ക് അവിടെ ഈഞ്ചക്കൽ എന്ന് പറഞ്ഞ ഷോറൂം ഉണ്ട്. ഷോറൂം അല്ല, ഈ സുസുക്കിയുടെ ജെനുവിൻ പാർട്സ് ഡീലർ, അതിൽ നിന്നാണ് ഫുൾ സാധനം എടുക്കുന്നത്. കാരണം എനിക്ക് ഓൾറെഡി ഒരു ഗാരേജ് ഉണ്ടല്ലേ. അപ്പം ബ്രോ തന്നെയാണ് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ചെയ്താണ് എല്ലാം എടുക്കുന്നത്. എല്ലാ സാധനവും അവിടെ അവൈലബിൾ ആണ്, ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണ്. പൊതുവെ സുസുക്കി വണ്ടിയുടെ ഒന്നും സ്പെയർ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ്സ് ഉണ്ട്. ബട്ട് എല്ലാരും ഈ ഷോറൂമിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ വെളിയിൽ തിരക്കത്തില്ല, എവിടെയെങ്കിലും കിട്ടുമോ ഇല്ലാതെ വെളിയിൽ കിട്ടുന്നുണ്ട്. ബട്ട് ജെനുവിൻ ആയിട്ട് കിട്ടുന്ന 2-3 ഷോപ്പുണ്ട്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടത്തോണ്ട് ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയറിംഗ് കിട്ടിയ എന്തായാലും സാധനങ്ങൾ ഇപ്പൊ 250 ആണെങ്കിലും എന്ത് വേണമെങ്കിലും കിട്ടും, എല്ലാം കിട്ടും. V-Strom അടക്കം ഇപ്പൊ കിട്ടും. V-Stromന്റെ എനിക്കൊരു ആക്സിഡന്റ് വണ്ടി വന്നായിരുന്നു. V-Strom എല്ലാ സാധനവും എടുത്തു. അതൊരു 3 ഡേയ്സ് മധുരയിൽ നിന്ന് സാധനം പറഞ്ഞു. ചെന്നൈ പ്ലാൻ ചെയ്ത് മധുരയിലാണ് ഹോൾസെയിൽ പറഞ്ഞത്. അവിടെ നിന്ന് റീറ്റെയിലറിന് വരുമ്പോൾ ഉള്ള സമയം ഫുള്ള് സപ്പോർട്ട് ചെയ്യും. അത്രയും സാധനം. അപ്പൊ നിങ്ങൾ രണ്ടുപേരോടാണ് ഇവിടുത്തെ ആദ്യം 250 ഇറങ്ങിയത്. അപ്പൊ ബ്രോയുടെ വണ്ടി അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കളർ അത്യാവശ്യം ഇൻസ്പയർഡ് ആയിട്ട് കുറെ പേര് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ബ്രോയുടെ അടുത്ത് തന്നെ ചോദിച്ചു ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ? മെയിൻ്റെനൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 250 വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് മെയിൻ്റെനൻസ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 4000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇപ്പം 45,000 കിലോമീറ്റർ കഴിഞ്ഞു. ഫുള്ളി സിന്തറ്റിക് ഓയിലാണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ. ഈ ഒരു റൈഡിന് വന്നപ്പോ ബ്രോയ്ക്ക് ഇപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെയാ സപ്പോർട്ട് കിട്ടിയത്? പെട്രോൾ തരുന്നുണ്ട്, പിന്നെ ഫുഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം ജേഴ്സി എല്ലാ സപ്പോർട്ടും, അല്ലാതെ തന്നെ സർവീസിനായാലും നല്ല സപ്പോർട്ട്. താങ്ക് യു ബ്രോ. ഓക്കെ ബ്രോ.
ബാക്കി വണ്ടിയുടെ ഒക്കെ സർവീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെ, ഇത് ബർഗ്മാന്റെ കസ്റ്റമറാണ് സാർ. എങ്ങനെയുണ്ട് ബ്രോ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 2000 സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സർവീസ് ആണ് വന്നിട്ടുള്ളത്, സെക്കൻഡ് സർവീസ് ആണ്. അപ്പൊ ഇപ്പൊ സെക്കൻഡ് സർവീസ് വരെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ? വണ്ടി നല്ല ബർഗ്മാൻ ആദ്യത്തെ സ്ട്രീറ്റ് ഇല്ലേ, അതിനെക്കാട്ടി അത്യാവശ്യം നല്ല വണ്ടി. ടയറിന്റെ സൈസ് ബാക്കിൽ കൂട്ടിയത് കൊണ്ടാണ് ഏറ്റവും നല്ല. സെക്കൻഡ് സർവീസിൽ ഇപ്പൊ എന്തൊക്കെയാ ഈ വണ്ടിയിൽ ചെയ്യുന്ന ബർഗ്മാനത്? ഓയിൽ ചേഞ്ച്, പിന്നെ പ്ലഗ്, എയർ ഫിൽറ്റർ, പിന്നെ ബ്രേക്കേഴ്സ്, ലൈറ്റുകൾ മൊത്തം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് സർവീസിൽ ചെയ്യുന്നത്. ബർഗ്മാനത് സർവീസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ താങ്ക് യു ബ്രോ. അപ്പൊ അടുത്തൊരു കസ്റ്റമറെ കിട്ടുന്നുണ്ട്. ബ്രോ പേരെങ്ങനെയാ? പേര് ശ്രീകാന്ത്, സ്ഥലം കൂട്ടത്തിൽ അഞ്ചൽ എന്നാണ്. അഞ്ചലിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ടാണ് ഈ ഒരു വണ്ടി സർവീസ് ചെയ്യുന്നത്. ആക്സ് 125. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ ഇപ്പൊ 16,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ 4ാമത്തെ സർവീസ് ആണ്, 4th സർവീസ് ആണ് അല്ലേ? സർവീസ് എല്ലാം ഇവിടെ തന്നെയാണ്? സർവീസ് എല്ലാം ഇവിടെ തന്നെ. വണ്ടി എടുത്തത് കഴിഞ്ഞ വർഷം 2021 ഇവിടെ തന്നെയാണ്. ഓക്കെ, പേരിന്റെ ബ്രോക്ക് തോന്നിയിട്ടുള്ള ഇവിടെ കിട്ടാനുണ്ടോ? ഇവിടെ എല്ലാം ഓൾറെഡി കിട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരം മേടിച്ചു വരുന്നത്. 4th സർവീസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 4th സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു മെക്കാനിക്കിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എത്ര ചേട്ടാ ഇപ്പൊ സർവീസ് എന്തൊക്കെയാ ചെയ്യുന്നത് 4th സർവീസിൽ ആക്സ് 125? ഓയിൽ ചേഞ്ച്, ഗിയർ ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ, ക്ലീനിങ്. അപ്പൊ ലഭിച്ചേട്ടാ, അപ്പൊ സർവീസ് സെക്ഷൻ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. അപ്പൊ സ്പെയർസ് A to Z കാര്യങ്ങൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് സ്പെയർസ് വേണേലും നമുക്ക് എടുത്തു കൊടുക്കാന്ന്. അപ്പൊ ഇവിടെ വന്നപ്പോ ആക്സിഡന്റ് വണ്ടിയുണ്ട്. അപ്പൊ ഇതിന്റെ പെയറിങ്സിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒരു 7 ദിവസം നിങ്ങൾ നമുക്കിപ്പം 7 ദിവസം എന്നുള്ള ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട്. കാരണം ബാംഗ്ലൂർ ഇപ്പം വലിയൊരു സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട് സുസുക്കിയുടെ തന്നെ. അപ്പൊ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരാനായിട്ട് നമുക്കൊരു 3-4 ദിവസം മാക്സിമം എടുക്കും. അപ്പൊ അതിനുള്ളിൽ തന്നെ ഏത് വണ്ടിയുടെ പെയറിങ്സ് ആണെങ്കിലും ഇപ്പം ഇവിടെ ചെയ്യുന്നുണ്ട്. ആക്സിഡന്റ് വർക്ക് A to Z എല്ലാ വണ്ടിയിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും കസ്റ്റമറെ ആദ്യം റിസീവ് ചെയ്യുന്നത്. വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അഡ്വൈസർ വണ്ടിയുടെ കംപ്ലൈൻസും കാര്യങ്ങളും ഒക്കെ ഒരു ജോബ് കാർഡിൽ എൻട്രി ചെയ്യും. അത് കസ്റ്റമറെ നമ്മൾ റിസീവ് ചെയ്തിട്ട് നമുക്ക് സർവീസ് അഡ്വൈസർ ഉണ്ട്, മിസ്റ്റർ സുനിലാണ്. അദ്ദേഹം വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ടാബിനകത്ത് അത് എൻട്രി ചെയ്യും. അതിന്റെ ജോബ് വർക്കുകൾ എല്ലാം എൻട്രി ചെയ്തിട്ട് കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കി. അപ്പോൾ സാറാണ് സർവീസ് അഡ്വൈസർ അല്ലേ? നമ്മൾ വണ്ടികളുടെ കംപ്ലൈന്റ് കസ്റ്റമറുടെ അടുത്ത് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം പറയുന്ന കംപ്ലൈന്റും അതുകൂടാതെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി നമ്മളേതായ ഒരു കംപ്ലൈൻറ്റ്സ് ഉണ്ട്. നമ്മൾ നോക്കിയതിന് ശേഷം വണ്ടിക്ക് മറ്റുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ വണ്ടി സർവീസിന് കയറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇത് സാർ ഇപ്പൊ കൊണ്ടുവന്നതാണല്ലേ? ആക്സിസ് 125 ആണ്. അപ്പൊ സാറേ നമസ്കാരം. സാറേ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് സാറിന്റെ? ഒരു 13,061 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പൊ എന്താണ് വണ്ടിക്ക് നിലവിലുള്ള ഒരു കംപ്ലൈന്റ്? ഇപ്പൊ നിലവിൽ ഞാൻ കണ്ട കംപ്ലൈന്റ് എന്ന് വെച്ചാല് ഈ മഴയത്തൊന്ന് ഓടിക്കഴിഞ്ഞാലേ നല്ലോണം മഴ ഒരു 10-80 കിലോമീറ്ററോളം മഴയത്ത് ഓടി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നു. ആ ഒരു കംപ്ലൈന്റ് മാത്രമേ ഇതിനിപ്പോ കണ്ടു. 13,000 കിലോമീറ്റർ ഓടിയിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് എക്സ്ട്രാ ആയിട്ട് തോന്നിയത്? അത്രേ ഉള്ളൂ. മഴയത്ത് ഓടിക്കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട്, അതിന്റെ ആ ഇൻഡിക്കേറ്ററിന്റെ ബീപ്പ് സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഫങ്ഷൻ ഇല്ലാതെയും കേട്ടോണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ടൂട്ടറിനകത്ത് വെള്ളം ഇറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. അത് മാത്രമേ മാറും. ഓക്കെ. ഇപ്പൊ ഇവരുടെ സർവീസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ സാറിന് ഇപ്പൊ അല്ലാതെ ഇപ്പൊ 13,000 ഓടിയ വണ്ടിയാണ്. അപ്പം ഡെയിലി ഇപ്പൊ രാവിലെ ഇപ്പൊ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഇവരൊരു സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട്? രാവിലെ ഉറക്കുമ്പോഴേ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനകത്ത് 2 മണിക്കൂറിനകത്ത് ഡെലിവറി കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ് സാർ. പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് സന്തോഷം. അപ്പൊ താങ്ക് യു സാറേ. അങ്ങനെ മോശന്മാരെ, അപ്പൊ നമ്മളെ ഇവിടെ ജിക്സർ ക്ലബിന്റെ ചെറിയൊരു റൈഡേഴ്സ് മീറ്റപ്പും അതേപോലെ ഒരു റൈഡും ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ സർവീസ് സെക്ഷൻ കണ്ടത്. ഓൾറെഡി നമ്മൾ ഇവിടുത്തെ സർവീസ് സെക്ഷന് സ്പെയറിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിബു ചേട്ടാ, അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന്റെ ഒരു കംപ്ലൈന്റ് ഫീഡ്ബാക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഈ സ്പെയറിന്റെ ഒരു അവൈലബിലിറ്റി അവർക്ക് കിട്ടുന്നില്ല, അതേപോലെ സർവീസ് മോശം. ആക്ച്വലി അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫീഡ്ബാക്കിന്റെ ബേസിലാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പം 100% നമുക്ക് സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. അപ്പം ഇൻ കേസ് ഏതെങ്കിലും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 4 to 7 days നമുക്ക് സാധനം കിട്ടുന്നു. അപ്പം സ്പെയറിന്റെ അവൈലബിലിറ്റി നമുക്ക് ഒരു കാരണവശാലും ഇവിടെ ഷോർട്ട് വരില്ല. കാരണം ആ രീതിയിലാണ് നമ്മളത് മോണിറ്റർ ചെയ്യുന്നത്. ചില ഐറ്റംസ് ചിലപ്പോൾ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെ ഡിലേ ആവാറുണ്ട്. എന്നിരുന്നാലും എല്ലാ സാധനവും 100% നമുക്ക് കിട്ടും.
കിട്ടുന്നതാണ്. അപ്പം കൊല്ലത്ത് അന്വേഷിച്ചിട്ട് എവിടെങ്കിലും ഒക്കെ സ്പെയർ കിട്ടിയില്ലെങ്കിൽ നിബുചേട്ടനെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും എൻ്റെ number. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ മാക്സിമം? അത് 1-2 ഇതായിട്ടാണ്. ഒന്നെന്ന് പറയുന്ന ചില ഐറ്റംസ് നമുക്കൊരു 4 ദിവസത്തിനകത്ത് കിട്ടും, ചിലതാണെങ്കിൽ ഒരു 7 ദിവസം, 7 ദിവസം ആ ഒരു ഡ്യൂറേഷൻ വരും. ഇപ്പൊ ഫെയറിങ്സ് ഒക്കെ ആണെങ്കിലാണ് അത്ര ഒരു ടൈം. Bearings ഒക്കെ ചില ഇപ്പൊ ഒരുപാട് ഓൾഡ് ഒക്കെ ആണെങ്കിലേ ഉള്ളൂ കുറച്ച് ഡിലേ വരാനുള്ള സാധ്യത. പുതിയ സ്പെയറിന് നമുക്ക് പുതിയ ഫെയറിങ്ങോ അല്ലെങ്കിൽ ഫൈബർ പാർട്ടുകളോ ഒക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പം മറ്റു വണ്ടിയുടെ സർവീസിന് മാത്രമല്ല, അതേപോലെ ബുക്കിംഗ്സിനും ടെസ്റ്റ് റൈഡ്സിനും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞ പോണക്ക് ഏത് വണ്ടി ടെസ്റ്റ് റൈഡിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ബുക്കിംഗ്സിനും നിബുചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.